ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ ചെയ്തു. ഇംഗ്ലീഷിൻ്റെ 4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. അതേപോലെ തന്നെ സോഷ്യൽ സയൻസ്, ബേസിക് സയൻസ് തുടങ്ങിയതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കാണുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എപ്പോഴും അറിയാമല്ലോ, കോംപ്രിഹെൻഷനാണ് ഫസ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് കമ്പൽസറി. അപ്പോൾ അത് നമ്മൾ എന്തായാലും എഴുതണം. ചിലപ്പോൾ പാസേജ് തരും, ചിലപ്പോൾ പോയമായിരിക്കും തരിക. അപ്പോൾ അതിൽ നിന്നുള്ള 5 ചോദ്യങ്ങൾ ഉണ്ടാവും. 5 ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ചെയ്താൽ നമുക്ക് 5 മാർക്കാണ് ലഭിക്കുക. When the green woods laugh with the voice of joy, and the dimpling stream runs laughing by, when the air does laugh with our merry wit, and the green hill laughs with the noise of it, when the meadows laugh with the lively green, and the grasshopper laughs in the merry scene, when Mary and Susan and Emily with their sweet round mouths sing ha ha ha, when the painted birds laugh in the shade where our table with the cherries and nuts is spread, come live and be merry and join with me to sing the sweet chorus ha ha ha. ആദ്യത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ഓവറോൾ മൂഡ് ഓർ അറ്റ്മോസ്ഫിയർ ഓഫ് ദ പോയം? ഈ ഒരു പോയത്തിൻ്റെ മൂഡ് എന്താണെന്ന്. ടു ഓവറോൾ മൂഡ് ഓഫ് ദ പോയം ഈസ് വൺ ഓഫ് ജോയ്, മെറിമെൻറ്റ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് നേച്ചേഴ്സ് ബ്യൂട്ടി ആൻഡ് ലൈഫ്സ് പ്ലഷേഴ്സ്. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം: ഹു ആർ ദ പീപ്പിൾ മെൻഷൻഡ് ഇൻ ദ പോയം ഹു ആർ എൻജോയിങ് ദ ഫെസ്റ്റിവിറ്റീസ്? ആരൊക്കെയാണ്? ദ പീപ്പിൾ മെൻഷൻഡ് ഇൻ ദ പോയം ഹു ആർ എൻജോയിങ് ദ ഫെസ്റ്റിവിറ്റീസ് ആർ മേരി, സൂസൻ ആൻഡ് എമിലി. ദേ ആർ സിംഗിങ് ആൻഡ് ഹാവിങ് എ ഗുഡ് ടൈം വിത്ത് ദ പോയറ്റ്. Third question: what is the main message or theme of the poem? The importance of hard work, the beauty of nature, the joy of life and merriment, the sadness of lost youth. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി, the joy of life and merriment. നാലാമത്തെ ചോദ്യം: ഫൈൻഡ് ഔട്ട് വൺ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ ഫ്രം ദ പോയം. എന്താണ്? സിങ് ആൻഡ് സ്വീറ്റ്. അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് റിപ്പീറ്റ് ചെയ്തു, സെയിം എസ് റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനത്തെ വേർഡ്സിനെയാണ്, ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അലിട്രേഷൻ എന്ന് പറയുക. ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ റൈം സ്കീം ഓഫ് ദ പോയം. ഏതാണ്? AABB ആണ്. Activity 2, diary. It was a very happy summer vacation for Toto-chan and her friends. She would never forget the experience of visiting the hot spring. She thought of entering her feelings in her diary. Write the diary entry of Toto-chan. അപ്പോൾ ടോട്ടോച്ചാൻ്റെ ഒരു ഡയറി എഴുതാനാണ്. സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അത് ടോട്ടോച്ചാനിന് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡയറി എഴുതാനാണ്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേറ്റ് എഴുതണം, പിന്നെ ദിവസത്തിൻ്റെ പേരും അതേപോലെ തന്നെ സമയം എഴുതുക, 9 PM എന്നൊക്കെ എഴുതുക. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ ഓഫ് മൈ സമ്മർ വെക്കേഷൻ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡേ ആണ്. വി വെൻറ്റ് ടു ദ ഹോട്ട് സ്പ്രിംഗ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഇറ്റ് വാസ് സച്ച് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹോട്ട് സ്പ്രിംഗ് പോയി, അതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ഹാഡ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ദ വാം വാട്ടർ ഫെൽറ്റ് സോ ഗുഡ് ഓൺ മൈ സ്കിൻ ആൻഡ് ഐ ലവ്ഡ് വാച്ചിങ് ദ സ്റ്റീം റൈസ് അപ്പ് ഫ്രം ദ വാട്ടർ. I felt so happy and carefree playing with my friends in the hot spring. We laughed and splashed around and it felt like we were in our own little world. I will never forget this experience. It was truly magical. Okay. അടുത്ത് നോക്കാം. അടുത്ത ഒരു നോട്ടീസാണ്, നമുക്ക് നോക്കാം. ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ്. Imagine that you have to sell your mother's old smartphone. Prepare an advertisement for newspaper. Use the details below. അപ്പോൾ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ വിൽക്കണം. അപ്പോൾ അതിനൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് ചില ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് സ്ക്രീൻ ആൻഡ് ബോഡി, 12 GB റാം, ലൈറ്റ് വെയ്റ്റ്, ബ്ലാക്ക് കളർ, ₹20,000. ഇത്രയും കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഹെഡിങ് കൊടുക്കണം. അൺബിലീവബിൾ ഡീൽ. അങ്ങനെ നമ്മൾ പരസ്യമൊക്കെ കാണുന്നില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഡീലാണ്. വാട്ടർ പ്രൂഫ് സ്മാർട്ട് ഫോൺ ഫോർ സെയിൽ. അതൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾ എഴുതുക. ഫോർ സെയിൽ ജനറലി യൂസ്ഡ് സ്മാർട്ട് ഫോൺ.
പിന്നെ അതിൻ്റെ പിന്നെ ഫീച്ചേഴ്സ് എഴുതുക. വാട്ടർ പ്രൂഫ് സ്കിൻ ആൻഡ് ബോഡി ഫോർ വറി ഫ്രീ യൂസേജ്, 12 GB RAM ഫോർ സീംലെസ് മൾട്ടി ടാസ്കിങ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ക്യാരി, സ്ലീക്ക് ബ്ലാക്ക് കളർ ദാറ്റ് നെവർ ഗോസ് ഔട്ട് ഓഫ് സ്റ്റൈൽ. പ്രൈസ് തന്നിട്ടുണ്ട് 20,000 നെഗോഷ്യബിൾ. പിന്നെ കോൺടാക്റ്റ് നമ്മളൊരു ഫോൺ നമ്പർ എഴുതുക. ഡോണ്ട് മിസ് ഔട്ട് ഓൺ ദിസ് ഇൻക്രെഡിബിൾ ഡീൽ. ഈ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഡീല് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ നമ്മൾ എന്താണ് ഡയറി എഴുതുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. നമ്മുടെ മാറ്റർ നമുക്ക് കുറച്ച് അറിയില്ലെങ്കിലും നമ്മൾ ആ ഫോർമാറ്റ് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡേറ്റ്, അതേപോലെ തന്നെ ദിവസത്തിൻ്റെ പേര്, അതേപോലെ ഫസ്റ്റ് സെൻറ്റൻസ് എൻ അൺഫോർഗറ്റബിൾ ഡേ എന്നോ അല്ലെങ്കിൽ ആ ഒരു ദിവസം ചിലപ്പോൾ സാഡുള്ള ഡയറി ആയിരിക്കും നമുക്ക് എഴുതാണ്ടാവും. അപ്പം അൺഫോർഗറ്റബിൾ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കാൻ പറ്റാത്ത ദിവസം എന്ന്. അത് ഹാപ്പി മൊമെൻ്റ് ആയാലും സാഡ് മൊമെൻ്റ് ആയാലും ആ ലൈന് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ഹെഡ്ലൈന് കൊടുക്കണം. ഓക്കെ. പിന്നെ തന്നിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ നമ്മൾ വൃത്തിയിൽ എഴുതണം. പിന്നെ നിങ്ങളൊരു ബോർഡർ നല്ലത് വരയ്ക്കണം. ഓക്കെ. ഇനി അടുത്തത് ആക്ടിവിറ്റി 4 ഒരു എഡിറ്റാണ്. നോക്കാം. ജപ്പാനീസ് റൈറ്റർ ടെസുകോ കുറോങ്ങി ഈസ് ബോൺ അല്ല, ഇവിടെ വേണ്ടത് വാസ് ബോൺ ആണ്. ടെൻസ് മാറി അല്ലേ. അപ്പോൾ ഈസ് വാസ് ആവും. ബോൺ ഇൻ ഓഗസ്റ്റ് 9. ഇൻ ഓഗസ്റ്റ് 9 അല്ല, ഓൺ ഓഗസ്റ്റ് 9 ആണ് 1933. അറ്റ് ടോക്കിയോ അല്ല, ഇൻ ടോക്കിയോ ആണ്. ടോക്കിയോയിൽ എന്ന് പറയുമ്പോൾ ഇൻ ടോക്കിയോ. ഷി വാസ് ബോൺ ഫോർ, ഷി വാസ് ബോൺ ടു എന്നാണ് എഴുതേണ്ടത്. മോണ്ടിസുന കുറോങ്ങി ആൻഡ് കുറോയാങ്ങി. ഷീ കംപ്ലീറ്റഡ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻ കിയോ യൂണിവേഴ്സിറ്റി ആൻഡ് ടോക്കിയോ കോളേജ് ഓഫ് മ്യൂസിക്. അപ്പോൾ എഡിറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സെയിം ഒരു 3 മാർക്കൊക്കെ നമുക്ക് സ്ഥിരം വരുന്ന കാര്യങ്ങളാണ്. ടെൻസുകൾ ഇവിടെ 2 ടെൻസ് വന്നു. ഒന്ന് ഈസ് വാസാക്കാനും വന്നു, അതേപോലെ കംപ്ലീറ്റഡ് ആക്കാനും വന്നു. ചിലതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം. അതേപോലെ തന്നെ മിക്കതിലും കണ്ടതാണ് വേർഡ് ഓർഡർ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് വേർഡ് കൊടുക്കുക. അത് നമ്മൾ ഓർഡറിൽ എഴുതാം. പിന്നെ വരുന്നത് ക്യാപിറ്റലൈസേഷൻ. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. അപ്പം നിങ്ങൾ ഒരുപാട് എഡിറ്റിങ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹെലൻ കെല്ലർ എഴുതാനാണ്. അതിന് കുറച്ച് പോയിൻറ്റ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഹെർ ഏർലി ലൈഫ്, കോൺട്രാക്റ്റിംഗ് ഫീവർ, ബിക്കമിങ് ഡെഫ് ആൻഡ് ബ്ലൈൻഡ്, ആനി സള്ളിവൻ taught her to associate words with object, determination to learning to read, write and communicate despite challenge, education at Perkins School, graduating from Radcliffe College, fighting for rights of people with disabilities. കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനും. അപ്പോൾ നമ്മൾ ഹെലൻ കെല്ലറിനെ പറ്റിയിട്ട് പറയാം. ഹെലൻ കെല്ലർ വാസ് എ വെരി ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ് വുമൻ. ഹെലൻ കെല്ലർ വാസ് എ വെരി ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ് വുമൻ. ഹെലൻ കെല്ലർ വെരി ബ്രേവും അതേപോലെ തന്നെ ഉറച്ച തീരുമാനമുള്ള ഒരാളായിരുന്നു. ഷീ ബിക്കെയിം ബ്ലൈൻഡ് ആൻഡ് ഡെഫ് വെൻ ഷീ വാസ് എ ബേബി. ഒരു ബേബി ആയിരുന്നപ്പം തന്നെ ഡെഫും ബ്ലൈൻഡും ആണ്. ബട്ട് ഷീ ഡിഡൻറ്റ് ഗീവ് അപ്പ്. ഷീ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ടീച്ചർ. പക്ഷെ തളർന്നില്ല, വായിക്കാനും എഴുതാനും ഒക്കെ പഠിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹെർ ടീച്ചർ. ഹെലൻ വെൻറ്റ് ടു കോളേജ് ആൻഡ് ബിക്കെയിം എ ഫേമസ് റൈറ്റർ ആൻഡ് സ്പീക്കർ. ഷീ ഹെൽപ്ഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്ട് ദോസ് ഹു ആർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. ഹെലൻസ് ലൈഫ് വാസ് വെരി ഹാർഡ് ബട്ട് ഷീ നെവർ ഗേവ് അപ്പ്. അപ്പം ഹെലൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് നിറഞ്ഞതായിരുന്നു, പക്ഷേ ഒരിക്കലും പിന്മാറിയില്ല. ഷീ ഹെൽപ്ഡ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെസ്പെക്ട് ദോസ് ഹു ആർ ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. ആൾക്കാരെയൊക്കെ സഹായിച്ചു. അതേപോലെ ഡെഫ് ആൻഡ് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യാനും അവരെ മനസ്സിലാക്കാനും ശ്രമിച്ചു. ഷീ ഷോഡ് എവരി വൺ ദാറ്റ് ഈവൻ വെൻ ദീസ് സീംസ് ഇമ്പോസിബിൾ വി ക്യാൻ സ്റ്റിൽ അച്ചീവ് അവർ ഡ്രീംസ്. അപ്പോൾ ഹെലൻ കെല്ലറുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? നമുക്ക് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ കഴിയും. ഷീ ഷോഡ് എവരി വൺ ദാറ്റ് ഈവൻ വെൻ തിങ്സ് സീം ഇമ്പോസിബിൾ വി ക്യാൻ സ്റ്റിൽ അച്ചീവ് അവർ ഡ്രീംസ്. ഹെലൻ ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു പീപ്പിൾ ഓൾ അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അത് വായിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.